ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ല ജനസാന്ദ്രത കൂടിയ ജില്ല. കേരളത്തില് ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഏത്? 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയ്ക്കാണ്. ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഏറ്റവും കുറഞ്ഞത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. കാളിധാരിക സംഘർഷം മുഖ്യ പ്രമേയമായ കലാരൂപം? കാളിധാരിക സംഘർഷം മുഖ്യ പ്രമേയമായ കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റ്. മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് ഏത് ശൈലിയിലാണ്? മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്ന ശൈലി സോപാന സംഗീതമാണ്. സോപാന സംഗീത ശൈലിയിലാണ് മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത്. മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം? മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹമാണ് മെർക്കുറി. മെർക്കുറി. മെർക്കുറിയാണ്. മെർക്കുറി. ഏത് ലോഹത്തിന്റെ അയിരാണ് സിന്നബാർ? സിന്നബാർ ഏത് ലോഹത്തിന്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറി. ഏത് ഇനം ഹെപ്പറ്റൈറ്റിസ് ആണ് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവയാണ് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ. ഹെപ്പറ്റൈറ്റിസിന് കാരണമായ രോഗാണോ? ഹെപ്പറ്റൈറ്റിസിന് കാരണമായ രോഗാണോ വൈറസാണ്. വൈറസ്. രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ഏതിനമാണ്? ഏതിന് ഹെപ്പറ്റൈറ്റിസ് ആണ് രോഗിയുടെ ശരീരസ്രവങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധം മൂലം പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി എന്നിവയാണ്. ബി, സി, ഡി. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മഗ്ന കാർട്ട. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് ആര്? പന്തളം കേരള വർമ്മയാണ്. പന്തളം കേരള വർമ്മ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. ഗ്രാമസഭ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം? പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് 2012 2012. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. BR അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക്. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദനീയമായ ഏറ്റവും കൂടിയ ഇടവേള ഏതാണ്? ഏറ്റവും കൂടിയ ഇടവേള 6 മാസമാണ്. 6 മാസം. ദിഗ്ബോയിലെ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം? ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901 1901. ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിനായിട്ട് ഇട്ടി അച്യുതൻ എഴുതിയ രചനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ സർവശിക്ഷ അഭിയാനുമായിട്ടാണ് ലയിപ്പിച്ചത്. സർവശിക്ഷ അഭിയാൻ.
പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്, ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശം. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് 1988 1988. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. ശ്രീരംഗപട്ടണം സന്ധി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി ഓപ്പറേഷൻ വാത്സല്യം. ഓപ്പറേഷൻ വാത്സല്യം. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8 ആണ്. 8. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഫുള്ളറിനാണ്. ഫുള്ളറിൻ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ്. നന്ദലാൽ ബോസ്. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏത്? നയി താലിമാണ്. നയി താലിം. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി. സമ്പദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? സമ്പദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സമ്പദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. എന്താണ് എപ്പിഗ്രാഫി? മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 15 അനുച്ഛേദം 15. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948 1948. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആരാണ്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949 ജൂലൈ 1 1949 ജൂലൈ 1. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം 1861 1861. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ.
പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നിവയാണ്. ഇത് സിന്ധു നദിയുടെ പോഷക നദികളാണ്. സിന്ധു നദി. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. നാഗന്മാരുടെ റാണി എന്ന ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി റാണി ഗൈഡിലിയു ആണ്. റാണി ഗൈഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര്. 180 ഡിഗ്രി രേഖാംശം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്നാണ്? ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. മൊറാഴ സമരം നടന്നത്. മൊറാഴ സമരം നടന്ന വർഷം 1940-ലാണ്. 1940 കണ്ണൂരിലാണ് മൊറാഴ സമരം നടന്നത്. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഏതാണ്? കുറിച്യ ലഹളയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 ആണ്. 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. സർവശിക്ഷാഭിയാന്റെ ആപ്തവാക്യം. സർവശിക്ഷാഭിയാന്റെ ആപ്തവാക്യം സർവരും പഠിക്കുക, സർവരും വളരുക എന്നാണ്. സർവരും പഠിക്കുക, സർവരും വളരുക. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 31 ആണ്. 31. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. നിയമാവകാശമായിട്ട് മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1978-ലെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നീക്കം ചെയ്ത വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1978 ആണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ബ്രിട്ടൻ. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം ആണ്. U-235. യുറേനിയം 235. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിര. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ്. പുരളിമലയാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വയനാടിനെ കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. വയനാടിനെ കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമേത്? ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനം നവരയാണ്. നവര. കേരള സംസ്ഥാനത്തെ GST
കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണ്? കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ 32 ആണ്. 32. GSTയുടെ ആപ്തവാക്യം ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നാണ്. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി. വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26 ആണ്. 1949 നവംബർ 26. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത എത്രയാണ്? 3 × 10⁸ m/s ആണ്. 3 × 10⁸ m/s. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്നാണ്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഗംഗാ നദിയിലൂടെയാണ്. ഗംഗ. ബാരിസ് എന്നറിയപ്പെടുന്ന നദി? ബാരിസ്. പമ്പ നദിയാണ് ബാരിസ് എന്ന് അറിയപ്പെടുന്നത്. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം? താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983 ആണ്. 1983. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത് 61 ഭേദഗതി. പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണജല പ്രവാഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എൽ നിനോ ആണ്. എൽ നിനോ. ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിൽ. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപ്പാളി? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസനാണ്. കാളിദാസൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ആദ്യത്തേത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തേതും അതുപോലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവുമാണ് ഇരവികുളം ദേശീയോദ്യാനം. അന്യായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഹേബിയസ് കോർപ്പസ്. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലോക വ്യാപാര സംഘടന ഗാട്ട്. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ഏത് പ്രതിഷേധമാണ്? റൗലറ്റ് നിയമത്തിനെതിരായി നടന്ന പ്രതിഷേധ സമരമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിലെ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? മൂന്നാം പദ്ധതി കാലത്താണ്. മൂന്നാം പദ്ധതി. ഉത്തർപ്രദേശിൽ ചൗരി ചൗര സംഭവം അരങ്ങേറിയ വർഷം? 1922 ഫെബ്രുവരി 5 ആണ്. 1922 ഫെബ്രുവരി 5. വിഷാദത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി. മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യം അറിയപ്പെട്ടിരുന്ന പേര്? മണിപ്രവാളം. ഗുരുത്വാകർഷണ ത്വരണം 9.8 m/s² ആണ്. 9.8 m/s². കർഷണം കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഖരസ്നേഹകം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്.
ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ ആണ്. AR റഹ്മാൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 24. PSC ചെയർമാനെ നിയമിക്കുന്നത്. PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണു പിള്ള. പട്ടം താണു പിള്ള. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ. വായുവിൻ്റെ ഈർപ്പം അളക്കുന്ന ഉപകരണം. വായുവിൻ്റെ ഈർപ്പം അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1928 ആണ്. 1928. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂർ പേപ്പർ മിൽസ് ആണ്. പുനലൂർ പേപ്പർ മിൽസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കേരളീയ കലാരൂപം. ആദ്യ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ്. 2001 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഇനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. ഏത് വർഷമാണ്? 2010. 2010. കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 ആണ്. 1956. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. 65 വയസ്സ്. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത് മദ്രാസിലാണ്. മദ്രാസ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. കേരള PSC രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1956. സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? സൈലന്റ് വാലി നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരം അസംഗഡ് വിളംബരമാണ്. അസംഗഡ് വിളംബരം. 1857 വിപ്ലവത്തിന് ലാലാ ജയ്ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? ലാലാ ജയ്ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? കോട്ടയാണ്. രാജസ്ഥാനിലെ കോട്ടയിലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. ത്രികോണാകൃതി. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഏകദേശം എത്രയാണ്? 941. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? പഞ്ചവത്സര പദ്ധതികൾ റഷ്യയാണ്. റഷ്യ. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഒരു ക്ഷേമരാഷ്ട്രം നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ്.
ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ടാ ട്രാവൻകോറിക്ക. ഗ്ലൂട്ടാ ട്രാവൻകോറിക്ക. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി. ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? 90 കിലോമീറ്റർ ഉയരം വരെയാണ്. 90 കിലോമീറ്റർ. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലമാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? PV നരസിംഹ റാവു ആണ്. PV നരസിംഹ റാവു. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ ആണവ നിലയമാണ്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയം. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന പദവി അടുത്തിടെ ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നൗ ആണ്. ലക്നൗ. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത്? അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്